വയനാട് ചൂരൽമലയിലും മുണ്ടകയിലും അതിരൂക്ഷമായ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായപ്പോൾ കേരളത്തിലെ എല്ലാ ചാനലുകളിലും വലിയ ചർച്ച നടന്നു. ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ ന്യൂസ് 18 ചാനലിൽ ഞാൻ നിരന്തരം ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അപർണ എസ് കുറുപ്പ് എന്ന് പറയുന്ന, ഇന്നിപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയിട്ടുള്ള അപർണ എന്ന് പറയുന്ന അവരാണ് ഒന്ന് രണ്ട് ചർച്ചകൾ നയിച്ചത്. പിന്നെ അവിടെയുള്ള മറ്റ് ആളുകളും നിരവധി ആളുകളും അതിനകത്ത് ചർച്ചകൾ അവിടെ നയിച്ചിരുന്നു. പക്ഷേ ഈ അപർണയെ ഞാൻ പേര് പറയാൻ കാരണം, അപർണയുമായി നയിച്ച ചർച്ചയിൽ വയനാട് ജില്ലയിലെ പ്രകൃതി സംരക്ഷണ വിഭാഗത്തിൻ്റെ വലിയ നേതാവായിട്ടുള്ള ബാദുഷയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അത് UDFൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ ഒരു സ്കൂൾ അധ്യാപനവും ഒക്കെ കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ച പിന്നെ നമ്മുടെ ന്യൂസ് 18 നടന്നു. ഞാൻ അതിനകത്ത് പങ്കെടുത്തിരുന്നു. അതിനകത്ത് ഞാനാണ് ആദ്യമായി കേരളത്തിൽ പറയുന്നത് വയനാട് ടൗൺഷിപ്പ് പണിയണം. അന്ന് വളരെയധികം എതിർപ്പ് പല ആളുകളുടെ ഭാഗത്തുനിന്നും പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനതിൽ ഉറച്ചു നിന്നു. അതിനുശേഷം വയനാട് അമ്പലവയലിലുള്ള MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ഹാളിൽ വെച്ച്, കോൺഫറൻസ് ഹാളിൽ വെച്ച് വലിയൊരു സമ്മേളനം നടന്നു ഒരു ദിവസത്തെ. അതിന് ഞാൻ പോയിരുന്നു. അവിടെ മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദും അതുപോലെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും ഒത്തിരി ആളുകളും എക്സ്പേർട്ടുകളും ഒക്കെ വന്നിരുന്നൊരു വലിയൊരു യോഗമായിരുന്നു. 500 പേർ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ വലിയ ചർച്ചകളാണ്, പേപ്പർ പ്രസൻറ്റേഷനുകളും ചർച്ചകളും ഒക്കെ നടന്നത്. അതിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു, ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ചിന്ത ഒന്നുകൂടി ബലപ്പിച്ചിരുന്നു. അങ്ങനെ ബലപ്പിച്ചപ്പോൾ പലരും സംശയത്തോടു കൂടി പറഞ്ഞു. പക്ഷേ എന്നാൽ കേരള സർക്കാർ ഇപ്പോൾ ടൗൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തിരിക്കുന്നു. ഇന്ന് വയനാടിൽ ടൗൺഷിപ്പ് വന്നിരിക്കുകയാണ്. ടൗൺഷിപ്പിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങളാണ് ഇന്ന് വയനാട് ചെയ്തിരിക്കുന്നത്. എന്തായാലും വയനാട് ടൗൺഷിപ്പ് വന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ ഇന്ന് വയനാട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവിടെ പിന്നെ കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ കോമൺ പ്ലേ ഗ്രൗണ്ട്, അതുപോലെ തന്നെ റോഡ്, വൈഫൈ സിസ്റ്റം, അതുപോലെ തന്നെ കണക്ടിവിറ്റി, മറ്റേ കുടിവെള്ളത്തിൻ്റെ കണക്ടിവിറ്റി, ഇലക്ട്രിസിറ്റിയുടെ കണക്ടിവിറ്റി, പിന്നെ അങ്ങനെ വളരെ വലിയ തോതിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 400 വീടുകൾക്കാണ് ടൗൺഷിപ്പ്. അതിൽ 178 വീടുകളിലെ താക്കോൽ ദാനം ഇന്ന് രാവിലെ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും നമ്മളുടെ ഒരു നിർദ്ദേശം മാത്രമല്ല, ഈ നിർദ്ദേശം ചാനലിൽ വന്നു എന്ന് മാത്രമല്ല, ഇത് MP രാജേഷ് മന്ത്രിയുമായി അപർണ എസ് കുറുപ്പ് നടത്തിയ ചർച്ചയിൽ, ഇൻ്റർവ്യൂവിൽ ഈ വിഷയം ന്യൂസ് 18 ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആശയവും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് പിന്നെ മഞ്ജുഷും അടക്കമുള്ള ആളുകളും, ന്യൂസ് 18ലുള്ള രഞ്ജിത്തും മഞ്ജുഷും എല്ലാവരും അതിനകത്തുള്ളവരെല്ലാം ഇത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ന്യൂസ് 18ൽ പറഞ്ഞ ഒരു വിഷയമാണ് അവിടെ ആദ്യമായി ഞങ്ങൾ ന്യൂസ് 18ലാണ് ഇത് പുറത്തുവിട്ടത്. അത് അവരുടെ ആർക്കൈവിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അത് തീർച്ചയായിട്ടും ടൗൺഷിപ്പ് വരുന്നു. ഇനി വേണ്ടത്, വളരെ പ്രധാനമായി വരുന്നത്, ഈ ടൗൺഷിപ്പിൽ താമസിക്കുന്നവർക്കുള്ള തൊഴിലാണ് പ്രധാനം. അവർക്കാവശ്യമുള്ള തൊഴിൽ ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല സസ്റ്റൈനബിലിറ്റി വളരെ പ്രധാനമാണ്. ഈ ടൗൺഷിപ്പിലുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് ഇടവേളകളിൽ അവർക്ക് ആരോഗ്യ ക്യാമ്പ് നടത്തി കൊടുക്കുക, ആരോഗ്യ കാര്യങ്ങളിൽ ഹെൽത്ത് കാർഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ജോബ് കാർഡ് കൊടുത്തുകൊണ്ട് അവർക്ക് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് കാർഷിക മേഖലയിൽ പോയി പണിയെടുക്കാനുള്ള വാഹന സൗകര്യവും, അതുപോലെ മറ്റ് ചെറിയ മൂല്യവർദ്ധിത പരിപാടികളിലൂടെയുള്ള മൂല്യവർദ്ധിത വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, പരിസ്ഥിതി സൗഹൃദമായ നിരവധി വ്യവസായങ്ങൾ തുടങ്ങാൻ വയനാട് സാധ്യതയുണ്ട്. അത് തുടങ്ങി സുസ്ഥിരമായ ജീവിത സാഹചര്യം കൂടെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കേരള സർക്കാർ ആ ഭാഗത്തൊരു നല്ല മാതൃകാപരമായ പ്രവർത്തനം നടത്തിയെന്ന് പറയാം. ഇതിനിടയിലാണ് മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ തോന്നുന്നു കോൺഗ്രസിൻ്റെയും വീടുകൾ 100 വീടുകൾ വീതം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വയനാട് ചൂരൽമലയിൽ മുണ്ടക്കയിലും നടന്ന ആ ഉരുൾപൊട്ടലിന് ശേഷം അവിടുത്തെ ജനതയെ കേരള സർക്കാരും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സഹായിക്കുന്നു. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ കർണാടക ഗവൺമെൻറ്, മറ്റൊരുപാട് ആളുകൾ വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരുടെ വീട് എവിടെ?